ഹലോ കൂട്ടുകാരെ, ഈ കഥയിൽ നല്ലവനായ മുതലാളിയെ സ്നേഹിച്ച ഒരു ചുമട്ടുതൊഴിലാളിയായ വണ്ടിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം അവൻ്റെ മുതലാളി പറഞ്ഞു, ലോഡുമായി സിറ്റിയിൽ പോയി കച്ചവടക്കാർക്ക് സാധനങ്ങൾ കൊടുത്ത് പൈസയുമായി തിരികെ വരാൻ. അവൻ അപ്പം തന്നെ എല്ലാം മൂളി കേട്ടു. ശേഷം പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവൻ അതിരാവിലെ തന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കുളിച്ച് ശരീരത്തിലെ പൊടിയും ചെളിയും അഴുക്കുമെല്ലാം മാറ്റി നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി സുന്ദരക്കുട്ടപ്പനായി സാധനങ്ങളെല്ലാം ലോഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അങ്ങനെ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് അതിരാവിലെ തന്നെ അവൻ പുറപ്പെട്ടു. റോഡിൽ തിരക്കാവുന്നതിന് മുമ്പ് തന്നെ അവന് മെയിൻ റോഡിൽ കയറണമെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിലുണ്ടായിരുന്നു. ഇത്രയും നേരത്തെ എഴുന്നേറ്റ് പോയിട്ട് പോലും റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് വലിയ വലിയ വാഹനങ്ങൾ റോഡിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ റോഡിൽ നിറയെ കട്ടറും കുഴിയുമൊക്കെ ആയിരുന്നു. ഇനി അവന് പോകേണ്ടത് വിജനമായ കരിയിലക്കാട്ടിൽ കൂടിയായിരുന്നു. ഈ കരിയിലക്കാട് കൂടി കടന്നു പോയാലേ അവന് സിറ്റിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. കരിയിലക്കാട്ടിൽ മൃഗങ്ങളുടെ മുതൽച്ചയും പേടിപ്പെടുത്തുന്ന വന്യതയും എല്ലാം നിറഞ്ഞു നിന്നു. അവനൊരു വിധം പേടിച്ചാണെങ്കിൽ കൂടിയും കരിയിലക്കാട്ടിൽ കൂടി വണ്ടി സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ കരിയിലക്കാട്ടിൽ കുഞ്ഞു വണ്ടികളെ ആക്രമിച്ച് കൊള്ളയടിക്കുന്ന ടിപ്പറും ലോറിയും ഉള്ള കാര്യം അവനറിയില്ലായിരുന്നു. അവരവിടെ പതുങ്ങി നിൽക്കുന്നതും അവൻ അറിഞ്ഞില്ല. അവൻ സാവധാനം നീങ്ങി വന്നത് ഇവരുടെ അടുത്തേക്കാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അവരവിടെ ഒളിച്ചു നിന്ന് തക്കം പാർത്തിരുന്നു, നമ്മുടെ ജീപ്പ് വരുമ്പോൾ ചാടി വീഴാനായിട്ട്. അപ്പോൾ നമ്മുടെ പാവ ഇതൊന്നും അറിയാത്ത ജീപ്പ് പയ്യെ പയ്യെ വന്നപ്പോൾ ഇവരവിടെ അറിയില്ലല്ലോ നമ്മുടെ ജീപ്പിന്. ഇവൻ അവിടെ എത്തിയതും ആ രണ്ട് ദുഷ്ടന്മാരായ രണ്ട് ജീപ്പും കൂടി ചാടി വന്ന് നമ്മുടെ ജീപ്പിൻ്റെ മുമ്പിലേക്ക് വന്ന് ജീപ്പിനെ പേടിപ്പിക്കാൻ നോക്കി. അവർ ഭയങ്കര അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് എത്തി. പാവം നമ്മുടെ ജീപ്പ് ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നെ ഒന്ന് ധൈര്യം സംഭരിച്ച് അവരെ കൂടെ ഒന്ന് ചെറുത്ത് നിൽക്കാനുള്ള ചെറിയൊരു ശ്രമം നമ്മുടെ ജീപ്പ് നടത്തി. എന്നിട്ട് ഒരു രക്ഷയുമില്ല. അവർ രണ്ടുപേരും വളരെ വളരെ വലിയൊരു വണ്ടികളല്ലേ, അവരുടെ കൂടെ എങ്ങനെയാണ് നമ്മുടെ ജീപ്പ് പിടിച്ചു നിൽക്കുന്നത്? അവരവനെ ആക്രമിക്കാനും ഇടിക്കാനും ഒക്കെ തുടങ്ങി. പാവം നമ്മുടെ ജീപ്പ്. അവർ രണ്ടുപേരും കൂടി അവനെ തുടരെ ആക്രമിച്ചു കൊണ്ടിരുന്നു. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ രണ്ടുപേരും കൂടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ജീവൻ വേണമെങ്കിൽ നിന്റെ കയ്യിലുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് പോകണമെന്ന് അവർ പറഞ്ഞു. തന്റെ മുതലാളിയെ വഞ്ചിക്കാനുള്ള മനസ്സില്ലാത്തതിനാൽ ജീപ്പ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കുതറി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അവർ രണ്ടുപേരും അവന്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും പക്ഷെ അവൻ പോകുന്ന വഴിക്കെല്ലാം ആലോചിച്ചു, ഇവർ ഭയങ്കര ശക്തരാണ്, ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു സൂത്രം